ജീവിത ശൈലികൾ കൊണ്ട് നമ്മുടെ സ്കിന്നിനെ നമ്മൾ പല രീതിയിലും പ്രശ്നത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് സ്കിന്നിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാലോ കെമിക്കൽ പ്രോഡക്റ്റുകൾ മേടിച്ച് അത് മാറ്റാനായിട്ട് നമ്മൾ നോക്കാറുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾ സ്കിന്നിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നാച്ചുറൽ കാര്യങ്ങൾ ചെയ്യുന്നതാണ് എപ്പോഴും നമ്മുടെ സ്കിന്നിന് നല്ലത്. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്ന ഈ ഒരു കാര്യം നിങ്ങൾക്കിപ്പോൾ എത്ര സമയമില്ലാത്തവരാണെങ്കിലും ഒരു നേരമെങ്കിലും നിങ്ങൾ ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്താൽ നിങ്ങളുടെ സ്കിന്നിൽ നിന്ന് എല്ലാ പ്രശ്നങ്ങളും തുടച്ചു മാറ്റി സ്കിൻ നല്ലപോലെ വെട്ടിത്തിളങ്ങും. ആ ഒരു പാക്ക് തയ്യാറാക്കാൻ നല്ലൊരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ കടലമാവിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പണ്ട് കാലം തൊട്ട് തന്നെ കടലമാവിൻ്റെ പൊടി സ്കിൻ കെയറിനകത്ത് ഉപയോഗിച്ചിരുന്ന ഒന്നാണ്. കടലമാവിൻ്റെ പൊടിയാണ് നമുക്ക് വേണ്ടത്. അത് 1 ടേബിൾ സ്പൂൺ ആണ് വേണ്ടത്. അതിനുശേഷം ആട്ടപ്പൊടി ഉണ്ടല്ലോ, അതായത് നമുക്ക് ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കുന്ന ആട്ടപ്പൊടി, അത് 1 ടേബിൾ സ്പൂൺ വേണം. ആട്ടപ്പൊടി നമ്മുടെ സ്കിന്നിനെ ക്ലീൻ ആക്കാനും സ്കിന്നിനകത്ത് ഒരു മോയ്സ്ചറൈസർ ആക്കി നിർത്താനും ഒക്കെ ആട്ടപ്പൊടിക്ക് കഴിവുണ്ട്. ആട്ടപ്പൊടി നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. സ്കിന്നിനകത്ത് ഡെഡ് കോശങ്ങളെയൊക്കെ ഇല്ലാതാക്കാൻ ആട്ടപ്പൊടിയിൽ നിന്നും സാധിക്കും. അങ്ങനെ ആട്ടപ്പൊടിയും നമ്മുടെ കടലമാവിൻ്റെ പൊടിയും മിക്സ് ആക്കി വെച്ചതിന് ശേഷം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കേണ്ട പൊടികൾ. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് പുളിയില്ലാത്ത കട്ട തൈരാണ് വേണ്ടത്. തൈരിനകത്ത് അടങ്ങിയിരിക്കുന്ന പല കണ്ടൻറ്റുകളും നമ്മുടെ സ്കിൻ ക്ലീൻ ആക്കാനും ഡെഡ് കോശങ്ങളെ ഇല്ലാതാക്കാനും സ്കിന്നിന് നല്ലൊരു ജീവനുള്ള കോശങ്ങളെ വീണ്ടെടുക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഫേസ്, കൈകൾ, കഴുത്തുമൊക്കെ ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഈ ഒരു പാക്ക് ഉപയോഗിക്കാൻ നിങ്ങൾക്കിപ്പോൾ പ്രായപരിമിതിയില്ല, കുഞ്ഞുങ്ങൾക്കൊക്കെ ഉപയോഗിക്കരുത്. ഒരു 8-9 വയസ്സ് തൊട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പം പുറത്ത് വെയിൽ കൊണ്ടിട്ട് പോലും നിങ്ങളുടെ സ്കിൻ ടാൻ ഏറ്റിട്ടുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ചാൽ മതി. അതെല്ലാം റിമൂവ് ആക്കാൻ സാധിക്കും. ഇവിടെ ഞാൻ എൻ്റെ കൈകളിലേക്കാണ് ഇടുന്നത്. ഇട്ട് 1 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് പിടിപ്പിക്കണം. അത് കോശങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയാണ് നമ്മൾ 1 മിനിറ്റ് മസാജ് ചെയ്യുന്നത്. ഉണങ്ങാൻ വേണ്ടി ഒരു 4 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടതാണ്. പൊഴിഞ്ഞു പോകുന്നിടം വരെ വെക്കല്ല്. അങ്ങനെ 4 മിനിറ്റിന് ശേഷം തുടച്ചപ്പോൾ ഉള്ള മാറ്റം നിങ്ങൾ കണ്ടോ? നമ്മുടെ സ്കിൻ നല്ലപോലെ ക്ലീൻ ആക്കാനും നല്ല സ്മൂത്ത് ആക്കാനും ഒക്കെ ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കുന്നതാണ്. നിങ്ങൾ ആഴ്ചയിലൊരിക്കൽ ചെയ്ത് നോക്കണേ. എന്തായാലും ചെയ്തിട്ട് റിസൾട്ട് പറയാനും കൂടി മറക്കല്ലേ. ലൈവ് ചേഞ്ചസ് കണ്ടോ നിങ്ങൾ?